എല്ലാവർക്കും നമസ്കാരം. ചിക്കൻ ഇഷ്ടമില്ലാത്തവരായിട്ട് നമ്മളിൽ ആരെങ്കിലും ഉണ്ടാവുമോ? സാധ്യത കുറവാണല്ലേ? ആഗോളതലത്തിൽ ഈ ചിക്കൻ ഉപഭോഗത്തിന്റെ കണക്കുകൾ എത്രത്തോളം വലുതാണെന്നതിലേക്കാണ് ഇന്നത്തെ ഈ വിശകലനത്തിലൂടെ നമ്മൾ കടക്കുന്നത്. ശരിക്കും ഈ നമ്പറുകൾ കേട്ടാൽ നിങ്ങളൊന്ന് ഞെട്ടും, ഉറപ്പാണ്. അപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചിക്കൻ കഴിക്കുന്ന രാജ്യം ഏതായിരിക്കും? ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുക വലിയ ജനസംഖ്യയുള്ള ഏതെങ്കിലും വമ്പൻ രാജ്യങ്ങളുടെ പേരായിരിക്കുമല്ലേ? എന്നാൽ യാഥാർത്ഥ്യം അതല്ല. നമ്മൾ മൊത്തം ദേശീയ ഉപഭോഗം നോക്കുകയാണെങ്കിൽ ചൈനയോ അമേരിക്കയോ ഒക്കെ ഒരുപാട് ചിക്കൻ കഴിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ പ്രതിശീർഷ കണക്കുകൾ, അതായത് ഒരാൾ ശരാശരി എത്ര ചിക്കൻ കഴിക്കുന്നു എന്ന് നോക്കുമ്പോഴാണ് ഈ സംഖ്യകൾ ശരിക്കും അവിശ്വസനീയമാകുന്നത്. അപ്പോ ലിസ്റ്റിലേക്ക് കടക്കുകയല്ലേ? നമ്മുടെ ഈ കൗണ്ട്ഡൗണിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണെന്നോ? തെക്കേ അമേരിക്കൻ പാചകകലയിലെ തന്നെ ആ പവർ ഹൗസ്, സാക്ഷാൽ ബ്രസീൽ. ഇവരുടെ കണക്കൊന്നു നോക്കാം. ഒരു ശരാശരി ബ്രസീലിയക്കാരൻ ഓരോ വർഷവും ഏകദേശം 90 പൗണ്ട്, അതായത് 40 കിലോളം ചിക്കനാണ് അകത്താക്കുന്നത്. ഇത് ശരിക്കും വലിയൊരളവ് തന്നെയാണ് കേട്ടോ. ഇത്രയും വലിയൊരു താൽപ്പര്യത്തിന് പിന്നിലെ പ്രധാന കാരണമെന്താണെന്നറിയാമോ? ചുറാസ്കോ എന്നവർ വിളിക്കുന്ന ആ സവിശേഷമായ ബ്രസീലിയൻ ബാർബിക്യൂ രീതിയാണ്. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒന്നിച്ചുകൂടി മണിക്കൂറുകളോളം സംസാരിക്കുകയും ഗ്രിൽ ചെയ്ത ചിക്കൻ ആസ്വദിക്കുകയും ചെയ്യുന്ന വലിയൊരു സാംസ്കാരിക പാരമ്പര്യം തന്നെ ബ്രസീലുകാർക്കുണ്ട്. ശരി, ഇനി ഈ കണക്കുകൾ എങ്ങനെയാണ് മാറുന്നതെന്നറിയാൻ നമ്മൾ നേരെ ഓസ്ട്രേലിയയിലേക്കാണ് പോകുന്നത്. ലിസ്റ്റിൽ അവർ 4ാം സ്ഥാനത്താണ്. ഇവിടെ ചിക്കൻ ഉപഭോഗം ബ്രസീലിനേക്കാൾ മുകളിലാണ്. പ്രതിവർഷം ഒരാൾ ശരാശരി 97 പൗണ്ട്, അതായത് 44 കിലോ ചിക്കൻ അവിടെ കഴിക്കുന്നുണ്ട്. അതെ, കണക്കുകൾ പതുക്കെ കൂടി വരികയാണ്. ഇതിനു പിന്നിലെ ആ രഹസ്യം അവരുടെ പ്രശസ്തമായ ചിക്കൻ പാം എന്ന വിഭവമാണ്. ഓസ്ട്രേലിയക്കാരുടെ തീന്മേശകളിൽ ചിക്കൻ പാം ഉണ്ടാക്കുന്ന ആ ഒരു വലിയ സ്വാധീനമാണ് ഈ ഉയർന്ന കണക്കുകൾക്ക് പിന്നിലെ പ്രധാന കാരണം. അവർക്കത് അത്രയ്ക്കിഷ്ടമാണ്. ഇനി നമ്മൾ ടോപ്പ് 3ലേക്ക് കടക്കുകയാണ്. ഇതിനായി നമ്മൾ വരുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കാണ്, കൃത്യമായി പറഞ്ഞാൽ മലേഷ്യയിലേക്ക്. ഇവിടെയാണ് നമ്മൾ ആദ്യമായി ആ 3 അക്ക സംഖ്യയിലേക്ക് കടക്കുന്നത്. ഒരു മലേഷ്യക്കാരൻ പ്രതിവർഷം 100 പൗണ്ട് ചിക്കനാണ് കഴിക്കുന്നത്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഖ്യയാണത്, അല്ലേ? മലേഷ്യക്കാരുടെ ജനപ്രിയ വിഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത് തന്നെ ഈ ചിക്കനാണ്. നാസിലമാക് പോലെയുള്ള പരമ്പരാഗത വിഭവങ്ങളും അതുപോലെ തന്നെ അവരുടെ സ്വന്തം ഫ്രൈഡ് ചിക്കനായ അയാം ഗൊറെങ്ങും അവരുടെ ദൈനംദിന ഭക്ഷണത്തിലെ എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ചിക്കനില്ലാതെ അവർക്കൊരു ദിവസവുമില്ല എന്ന് തന്നെ പറയാം. അപ്പോ നമ്മുടെ ഈ കൗണ്ട്ഡൗണിൽ 2ാം സ്ഥാനത്തെത്തി നിൽക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളാണ്. അമേരിക്കക്കാരെ ഈ കണക്കുകളെ ഒരൽപ്പം കൂടി മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഓരോ വർഷവും ഒരാൾ ശരാശരി 110 പൗണ്ട് ചിക്കനാണ് കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഭീമമായ അളവിന് പ്രധാന കാരണം അവിടെയുള്ള റെസ്റ്റോറന്റുകൾ തന്നെയാണ്. മാക്ഡൊണാൾഡ്സ്, KFC തുടങ്ങിയ എണ്ണമറ്റ ഫാസ്റ്റ് ഫുഡ് ശൃംഖലകൾ ചിക്കനെ അവരുടെ ഒരു ദേശീയ നിധിയായി തന്നെയാണ് പരിഗണിക്കുന്നത്. ഫാസ്റ്റ് ഫുഡ് അമേരിക്കൻ സംസ്കാരത്തിൽ എത്രത്തോളം വേരൂന്നിയതാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ കണക്ക് മാത്രം മതി. എന്നാൽ ഇനി ആ ചോദ്യത്തിലേക്കെത്താം. ആഗോളതലത്തിൽ ഈ മത്സരത്തിലെ യഥാർത്ഥ കിരീടം ആരുടെ കയ്യിലാണെന്നല്ലേ? അത് മറ്റാരുമല്ല, 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇസ്രയേലാണ്. അവിടുത്തെ ഒരു ശരാശരി വ്യക്തി പ്രതിവർഷം 130 പൗണ്ട് ചിക്കനാണ് കഴിക്കുന്നത്. ബാക്കി എല്ലാ രാജ്യങ്ങളെയും ബഹുദൂരം പിന്നിലാക്കുന്ന തികച്ചും വിസ്മയകരമായ ഒരു കണക്കാണിത്. 130 പൗണ്ട് എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമല്ല കേട്ടോ. ഈ വമ്പൻ വ്യത്യാസം നിങ്ങളൊന്ന് നോക്കൂ. 3ാം സ്ഥാനത്തുള്ള മലേഷ്യയുടെ 100 പൗണ്ടിൽ നിന്നും 2ാം സ്ഥാനത്തുള്ള അമേരിക്കയുടെ 110 പൗണ്ടിൽ നിന്നും എത്ര വലിയ കുതിച്ചുചാട്ടമാണ് 1ാം സ്ഥാനത്തുള്ള ഇസ്രയേലിന്റെ 130 പൗണ്ടിലേക്കുള്ളതെന്ന് കാണുമ്പോൾ തന്നെ ആ വ്യത്യാസം മനസ്സിലാകും. ബാക്കി എല്ലാവരും അവർക്കൊരുപാട് പിന്നിലാണ്. അപ്പോൾ ഈ ആഗോള ഭീമന്മാരുടെ കണക്കുകളും അവരുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളുമൊക്കെ ഈയൊരു വിശകലനത്തിലൂടെ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഒരു വർഷത്തിൽ 130 പൗണ്ട് എന്ന ഈ ഭീമമായ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഭക്ഷണക്രമം എവിടെ നിൽക്കുന്നു എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളിതിൽ കൂടുതൽ കഴിക്കുമോ അതോ കുറവാണോ? ഈ കൗതുകകരമായ ചോദ്യം ബാക്കിയാക്കിക്കൊണ്ട് ഇന്നത്തെ ഈ വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.